മുണ്ടക്കൈ ഇപ്പോൾ കാണുമ്പോൾ തിരിച്ചറിയാനാകുന്നില്ല എന്ന് ജനകീയ തെരച്ചിലിൽ പങ്കാളികളാകാനെത്തിയ ദുരന്ത ബാധിതരുടെ ബന്ധുക്കൾ പറയുന്നു. മുണ്ടക്കൈ പള്ളി അടയാളമായുള്ളതുകൊണ്ട് മാത്രമാണ് ബന്ധുവിൻ്റെ വീട് തിരിച്ചറിഞ്ഞതെന്ന് കൽപ്പറ്റ സ്വദേശി മുഹമ്മദ് 24-നോട് പറഞ്ഞു. ഉരുൾപൊട്ടൽ ഈ മേഖലയെ ഇങ്ങനെ തകർത്ത് കളയുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്ന് ജോസഫും കലേഷും പറയുന്നു. അലക്സ് റാം മുഹമ്മദിനോട് അവർ സംസാരിച്ചു. അതിലേക്ക്. മുണ്ടക്കൈ മേഖലയിൽ ഇന്നത്തെ ജനകീയ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദുരന്ത ബാധിതർ പ്രത്യേകിച്ച് ക്യാമ്പുകളിലേക്കൊക്കെ ഉള്ളവർ ഒരുപക്ഷെ വരുന്നുണ്ടാകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ സന്നദ്ധ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ അഗ്നിരക്ഷാ സേനയുടെ ഒപ്പം സിവിൽ ഡിഫൻസിൻ്റെ ഒക്കെ വോളണ്ടിയേഴ്സ് ഉണ്ട്. NDRFിൻ്റെ സേനാംഗങ്ങളുണ്ട്, ഫയർഫോഴ്സ് സേനാംഗങ്ങളുണ്ട്. വിവിധ ഇടങ്ങളിലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അത് ഈ പാറയിടുക്കുകൾക്കിടയിൽ, അതുപോലെ ചെളി കുമിഞ്ഞുകൂടിയ ഇടങ്ങളിൽ, വനഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അവർ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നത്തെ ഈ ജനകീയ തെരച്ചിൽ ഭാഗമാകാൻ സന്നദ്ധതയുള്ള ഈ ക്യാമ്പുകൾ കഴിയുന്നവർക്ക് ഇവിടേക്ക് വരാം എന്നുള്ളതാണ്. മുണ്ടക്കൈ പള്ളിക്ക് സമീപം, മുസ്ലിം പള്ളിക്ക് സമീപമാണ് ഞാനുള്ളത്. ചില ബന്ധുക്കൾ, ഈ മേഖലകളിൽ താമസിച്ചിരുന്നവരുടെ ചില ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ വന്നിരുന്ന സ്ഥലമാണോ? ഇത് ഞാൻ സ്ഥിരം എൻ്റെ ബന്ധു വീടാണിത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അതിൻ്റെ തറൻ്റെ മുകളിലാണ്. ഇത് ഞങ്ങളിവിടെ വന്ന് ഈ പള്ളി കണ്ടാൽ തന്നെ, ഈ പള്ളി ഉള്ളത് കൊണ്ടാണ് ഈ വീട് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അവരെ ജ്യേഷ്ഠൻ്റെ വീട് തൊട്ടപ്പുറമായിരുന്നു. ഒരുപാട് വീട് സാറേ. ഇതൊരു അങ്ങാടിയാണ്, മുണ്ടക്കൈ അങ്ങാടിയാണ്. പിന്നെ ചായക്കടകളുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഇപ്പോൾ കാണുന്നില്ല. പള്ളി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇപ്പോൾ പിന്നെ ഇവിടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ചേട്ടൻ ആരും നഷ്ടപ്പെട്ടു? ചെറിയച്ഛനും മകനും രണ്ടാളും നഷ്ടപ്പെട്ടു. ചെറിയച്ഛൻ്റെ വൈഫ് മാത്രം രക്ഷപ്പെട്ടു. അവരിപ്പോൾ ക്യാമ്പിൽ മേപ്പാടിയുണ്ട്. ബോഡി കിട്ടിയ നിലമ്പൂരാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ റിങ് ഉണ്ടായിരുന്നു, അതിൽ പേര് കണ്ടുപിടിച്ചിട്ടാണ് അങ്ങനെ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ വരുന്നതും കളിച്ച് വളർന്ന ആളുകളൊക്കെയാണ്. അട്ടമല, മുണ്ടക്കായ്, ചൂരമലയൊക്കെ. വരുന്ന മനുഷ്യരൊക്കെ പറയുന്നത് ഈ ഭൂമിയാകെ മാറിപ്പോയി എന്നുള്ളതാണ്. വളരെ ദയനീയമാണ് ഇത് കാണുമ്പോൾ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു. പക്ഷേ ഇത് ഇത്ര ഈ ഭീകരത കാണുമ്പോൾ മനസ്സിന് വളരെയധികം സങ്കടമാണ്. ഈ വീടുകളിൽ താമസിച്ച് ഒരുവിധമെങ്കിലും രക്ഷപ്പെട്ട ക്യാമ്പുകളിൽ എത്തിപ്പെട്ടവർ ഇവിടെ വന്ന് അവർ നൽകുന്ന സൂചന അനുസരിച്ച് ഈ തെരച്ചിൽ നടക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് വന്ന് ഈ ഭൂമി കാണാനുള്ളൊരു മാനസികാവസ്ഥ അതിൽ പലർക്കും ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒന്നാകെ തുടച്ച് നീക്കിയില്ലേ നാടില്ല. ഇത്രയും ദിവസമായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടി അന്ന് ജനകീയ തെരച്ചിൽ പല ആളുകളും, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു പ്രതീക്ഷ ഇപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾക്ക് ബോഡി കിട്ടും, കാണാതായവരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സ്ഥലം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയധികം മാറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്ന് പൊട്ടിയിട്ട് നേരെ സ്ട്രൈറ്റ് ഇങ്ങോട്ട് വന്നിട്ട് വലിയ പാറയടക്കം ഇങ്ങോട്ട് ഇത്ര കയറി തീരെ മനസ്സിലാവുന്നില്ല. അത്ര മാറ്റങ്ങളോടെ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയവരാണ് അവർ ഈ അനുഭവം പറയുന്നത്. ചെറിയൊരു കൈത്തോട് മാത്രമായിരുന്നു, അതാണിങ്ങനെ രണ്ടായി പിളർന്ന രീതിയിൽ കാണുന്നത്. ഭൂമി രണ്ടായി പിളർത്തി ഇവിടെ നിന്ന് ഒഴുകി കടന്നുപോയത്, 3 ഗ്രാമങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കി കടന്നുപോയത്. അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചിലർ ഈ അപകടം മുൻകൂട്ടി കണ്ട് മാറി താമസിച്ചതിനാൽ ജീവൻ തിരിച്ചു കിട്ടിയ ചിലരുണ്ട്. പക്ഷേ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരുടെ ഭൂമിയാണ്, അവരുടെ മണ്ണാണ്, അവർ നേരത്തെ വന്ന് കണ്ടിരുന്ന ഇടമാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ആ മനുഷ്യർ പ്രതികരിക്കുന്നത്. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. അവർ എത്രയോ കാലം സന്തോഷത്തോടുകൂടി കഴിഞ്ഞ ഇടമാണ്. പക്ഷേ അതിപ്പോൾ അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് അതിൻ്റെ രൂപം മാറിയിരിക്കുന്നു. നിസ്സഹായരായ ഒരുപാട് മനുഷ്യർ, ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമായി അവശേഷിച്ചവരുണ്ട്, 2 പേർ മാത്രമായി അവശേഷിച്ചവരുണ്ട്. ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യരെ ആ ദുരന്ത ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയും.